നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പാലും പശുവിന്റെ പാലാണെന്ന തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടോ? ഇമ്മള മാർക്കറ്റിൽ പല ടൈപ്പ് കളർഫുൾ പാക്കിങ്ങിൽ പാൽ അവൈലബിൾ ആണ് അല്ലേ? എല്ലാ പാക്കിലും അവർ കൗ മിൽക്ക് എന്ന് ക്ലെയിം ചെയ്യാറില്ല കേട്ടോ. ടോണ്ട് മിൽക്ക് എന്നോ ഡബിൾ ടോണ്ട് മിൽക്ക് എന്നോ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് എന്നോ ഒക്കെയാണ് ഇവയിൽ കാണാറ്. ഇവയ്ക്കൊക്കെ ഫാറ്റിൻ്റെയും ഫാറ്റ് ഒഴികെയുള്ള സോളിഡ്സിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവൈലബിൾ ആയ പശുവിൻ്റെയും എരുമയുടെയും ആടിൻ്റെയും പാല് ശേഖരിച്ച് ഹോമോജിനൈസ് ചെയ്തോ അല്ലാതെയോ പാസ്ചറൈസ് ചെയ്താണ് മിക്കവാറും പാക്കറ്റ് മിൽക്ക് വിപണിയിലെത്തുന്നത്. കേരളത്തിൽ കൂടുതൽ പശുക്കൾ ഉള്ളതുകൊണ്ട് പശുവിൻ പാൽ കൂടുതലായിരിക്കാം, എന്നാൽ എല്ലാം പശുവിൻ പാൽ തന്നെയാവണമെന്ന് നിർബന്ധമില്ല. കൃത്യമായ പശുവിൻ പാൽ വിൽപ്പന നടത്തുമ്പോൾ കൗ മിൽക്ക് അഥവാ പശുവിൻ പാൽ എന്ന ലേബലിൽ കാണാനും സാധിക്കും. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന മിൽമ പാക്കറ്റിൽ ഇതാ ഇങ്ങനെ പച്ച പാക്കറ്റ് ആണെങ്കിൽ അത് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കാണ്. അതിൽ 4.5% ഫാറ്റ് ഉണ്ടാവും. വയലറ്റ് പാക്ക് ആണെങ്കിലും ലൈറ്റ് ബ്ലൂ ആണെങ്കിലും ഫാറ്റ് 3% ആണ്. ഒന്ന് ഹോമോജിനൈസ്ഡും മറ്റേത് നോൺ ഹോമോജിനൈസ്ഡും ആണ്. കൊഴുപ്പിലെ പാലിൽ തുല്യമായി ക്രമീകരിക്കുന്നതാണ് ഹോമോജിനൈസേഷൻ. ഇനിയൊരു ലൈറ്റ് മഞ്ഞ പാക്കറ്റ് കണ്ടിട്ടില്ലേ? അതാണ് ഡബിൾ ടോണ്ട് മിൽക്ക്. ഇതിൽ 1.5% ഫാറ്റാണ് കേട്ടോ ഉണ്ടാവുക. നിങ്ങളിനി പാല് വാങ്ങാൻ പോകുമ്പോൾ ഏത് പാലാണ് വാങ്ങുന്നതെന്ന് ലേബൽ നോക്കി വാങ്ങണേ. അപ്പം ശരി, നിങ്ങൾ ഉപയോഗിക്കുന്ന പാൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാമോ?